ബഹുമാനപ്പെട്ട നാട്ടുകാരെ, പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ, CPM എന്ന പാർട്ടി ഇപ്പോൾ ഗൃഹസന്ദർശനം നടത്താൻ വേണ്ടി പോളിറ്റ് ബ്യൂറോ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് ഗൃഹസന്ദർശനം നടത്തി എന്താണ് തോൽവിക്ക് കാരണമെന്നാണ് ചോദിക്കാനാണ് എല്ലാ CPM സഖാക്കളോടും പറഞ്ഞിരിക്കുന്നത്. എന്താണ് തോൽവിക്ക് കാരണമെന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയും തച്ചു തകർത്ത ഒരു പാർട്ടിയാണ് CPM. എല്ലാ പാവങ്ങളെയും വയറ്റിത്തടിക്കുന്ന പരിപാടിയാണ് ചെയ്തിരിക്കുന്നത്. കുടിവെള്ളത്തിൻ്റെയും ഇലക്ട്രിക് ബില്ലിൻ്റെയും ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെ എല്ലാ സാധനങ്ങളുടെയും വില കൂടി ഇരിക്കുകയാണ്. ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിരിക്കുകയാണ് കേരളത്തിൽ. ഇപ്പോൾ 1000 രൂപയ്ക്ക് ജോലി ചെയ്താൽ പോലും ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. കുടിവെള്ളത്തിന് വല്ലാത്തൊരു ഇത്. 7-8 പേര് ഒരു വീട്ടിലുണ്ടെങ്കിൽ 2400-2500 രൂപയാണ് കുടിവെള്ളത്തിന് ഉള്ള ചാർജ്, വാട്ടർ ചാർജ്. ഇവിടെ പ്രകൃതിയിൽ നിന്ന് ഇഷ്ടംപോലെ മഴ പെയ്യുന്നുണ്ട്. ഈ മഴ പെയ്ത് മനിയെ മിസ്യൂസ് ചെയ്ത് ആ വെള്ളത്തിനെ വാട്ടർ അതോറിറ്റി പല ഭാഗത്തും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന അത് നേരാക്കുകയോ മറ്റും ചെയ്യാതെ പാവങ്ങളുടെ വയറ്റത്ത് അടിക്കുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇലക്ട്രിസിറ്റി ബില്ലായിക്കോട്ടെ, എല്ലാ മേഖലയും. പിന്നെ ശബരിമല കൊള്ള, ഇപ്പോൾ ശങ്കർദാസ് അടക്കം അറസ്റ്റിലായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 10ഓളം അംഗങ്ങൾ ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ ഇനി കടകംപള്ളി സുരേന്ദ്രനിലേക്കാണ് ഇനി പോകുന്നത്. അപ്പോൾ ഇത് ശബരിമലയിൽ കൊള്ള നടത്തിയ പാർട്ടി CPM ആണെന്ന് അറിഞ്ഞിട്ട് പോലും അതിനെതിരെ നടപടിയെടുക്കാതെ ഈ പത്മകുമാർ ദേവസ്വം പ്രസിഡന്റ് മുൻ MLA-യുമാണ്. അയാൾക്കെതിരെ CPM നടപടിയെടുത്തിട്ടില്ല. N. വാസു, ശങ്കർദാസ്, വിജയകുമാർ എന്ന് വേണ്ട ഒരുപാട് അംഗങ്ങൾ ഇപ്പോൾ തന്ത്രി ഉൾപ്പെടെ അകത്താണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ അകത്താണ്. ഇതെല്ലാമാണ് CPM-ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് കുറവായത്. അത് മനസ്സിലാക്കാൻ കഴിയാത്ത CPM വീണ്ടും ഇരുട്ടിൽ തപ്പുകയാണ്. വീടാന്തരം പോയി മാപ്പ് പറഞ്ഞാൽ വോട്ട് കിട്ടും എന്നാണ് പറഞ്ഞത്. എന്നാൽ കിട്ടില്ല. കാരണം എന്താ പറഞ്ഞാൽ ഇവർ അയ്യപ്പ സംഗമം നടത്തി. ഈ കൊള്ള മറയ്ക്കാൻ വേണ്ടി അയ്യപ്പ സംഗമം നടത്തിയ CPM അയ്യപ്പ സംഗമത്തിൽ കോടിക്കണക്കിന് രൂപ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് എടുത്താണ് ചിലവ് ചെയ്തിരിക്കുന്നത്. 1 രൂപ പോലും എടുക്കില്ല എന്ന് പറഞ്ഞ CPM കോടിക്കണക്കിന് രൂപ ചിലവാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ശബരിമലയിൽ സ്ത്രീ പ്രവേശനം നടത്തിയ അന്ന് മുതൽ ഇവരുടെ കഷ്ടകാലമാണ്. ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇവർക്ക് ഒരു 20-25 സീറ്റ് കിട്ടിയാൽ കിട്ടി, അത്രയേ ഉള്ളൂ. 100 ചില്ലാനം സീറ്റിൽ UDF കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നും ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്നു. എല്ലാവരും കോൺഗ്രസ് UDF സഖ്യത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ട നടപടി കേരളത്തിൽ നിന്ന് ഉണ്ടാവണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. എല്ലാ അംഗങ്ങളും വോട്ടുകൾ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടെ CPM-ൻ്റെ ഈ തട്ടിപ്പിന്, BJP-ക്കാരുടെ ഈ തട്ടിപ്പിനും മുഖവിലക്കെടുക്കാതെ കോൺഗ്രസ് UDF സഖ്യത്തെ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് വിനയപുരസ്സരം അപേക്ഷിക്കുന്നു. ഈ യൂട്യൂബ് ചാനൽ കണ്ട് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യുകയും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എല്ലാം ഉണ്ട്. ഇതിന് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യുമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു.